ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, മുമ്പേ നടന്നു സദാ കേൾപ്പിക്കണമേ, മുമ്പേ നടന്നു സദാ കേൾപ്പിക്കണമേ. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും, നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി, പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി, മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ, മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും, നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ, വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ, വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുവേ, വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുവേ. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും, നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി എഫി പേജിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവിടെയാക്കിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ വലിയ ദാസി റോസിൽ ആന്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ അഡ്മിന്മാരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു തിരുവചനം വായിക്കാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-48 വാക്യങ്ങൾ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. സ്തോത്രം. കർത്താവ് തന്നെ കുറിച്ച് പറയുന്ന ഒരു മഹനീയമായ മഹത് വചനമാണ്. നാം പലപ്പോഴും ഈ വചനം കേൾക്കുന്നത് തിരുമേശകൾക്ക്, കർത്തൃമേശകൾക്ക് നമുക്ക് വചനം വായിച്ച് ദേവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോഴാണ് പലപ്പോഴും ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കാറുള്ളത്. യേശു കർത്താവ് തന്നെയാണ് നാം ഭക്ഷിക്കുന്ന അപ്പം എന്ന വചന സത്യത്തെ നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് നാം കർത്തൃമേശയിലേക്ക് കടക്കാറ് പതിവ്. ഇന്ന് രാത്രിയിൽ പക്ഷെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഇമ്പമേറിയ സ്വരം ഒന്ന് കേൾക്കുവാൻ കൊതിക്കുക. താൻ പറഞ്ഞതായ ഓരോ വാക്കുകളും നമുക്ക് ഇമ്പമേറിയതാണ്. സ്തോത്രം. താൻ പറഞ്ഞതായിരിക്കുന്ന ഓരോ സത്യങ്ങളും, ഹല്ലേലൂയ, ഓരോ വചനത്തിന്റെ ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ അത് ഇമ്പമായിട്ടാണോ? നാം ഈ കേൾക്കുന്ന വചന സത്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇമ്പമേറിയ കർത്താവിന്റെ ശബ്ദമായിട്ടാണോ കേൾക്കുന്നത്? സ്തോത്രം. ഇന്ന് രാത്രിയിൽ അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അത് കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദമായി തീരുവാൻ, ആ ഇമ്പമേറിയ സ്വരം കേൾക്കുന്ന
ആ ഒരു അനുഭവമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഞാനിന്ന് രാത്രി വചനം ധ്യാനിച്ചപ്പോൾ ഹല്ലേലൂയ, ഞാൻ ഒരുപാട് വചന കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഒരുപാട് ഭാഗങ്ങളിലൂടെ കടന്നുപോയി. അന്നേരമെല്ലാം അവിടെ കർത്താവ് പറയുന്ന ഒരേ ഒരു ലക്ഷ്യമാണ്, നിത്യജീവനെ. എന്റെ ഈ വചനങ്ങളെ കേൾക്കുന്നവരെല്ലാം നിത്യജീവൻ പ്രാപിക്കണം. യേശുക്രിസ്തുവിന്റെ ഒരേ ഒരു ഹല്ലേലൂയ ആഗ്രഹം, നാം അവന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നാം അവന്റെ സന്നിധിയിൽ എത്തിച്ചേരുക, നിത്യജീവനെ നാം അവകാശമാക്കുക എന്നതാണ് കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മോട് അനേക സത്യങ്ങളെ വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തിയ സത്യങ്ങളെയൊക്കെ നാം കേൾക്കുമ്പോൾ അത് കർത്താവിന് ഇമ്പസ്വരമായി കേൾക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർ അത് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യവും കർത്താവിന്റെ ഹല്ലേലൂയ തിരുവചന കർത്താവ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, നിത്യജീവന്റെ മൊഴിയാണിത്. ഹല്ലേലൂയ, ഇത് ജീവന്റെ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ ഹല്ലേലൂയ നിത്യജീവൻ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണം. ഈ വചനം ഭക്ഷിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കണം. എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ യേശു കർത്താവ് വചനമാണ്. സ്തോത്രം, 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 സ്തോത്രം. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തതാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവാകുന്ന വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നാം അതിനെ ഭക്ഷിക്കുമ്പോൾ നാം ജീവനുള്ളതായിത്തീരും. യേശുക്രിസ്തുവിന്റെ വചനങ്ങളും വാക്കുകളും നാം കേൾക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ ആത്മചൈതന്യമുണ്ടാകും. ആത്മാവിൽ നമുക്ക് ഉണരുവാൻ കഴിയും, ആത്മാവിൽ നാം എഴുന്നേൽക്കുവാൻ കഴിയും. നാം പാപത്തിന്റെ വഴികളെ വിട്ടോടും, പാപത്തെ നമുക്ക് തോൽപ്പിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം, യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പാപത്തെ വിട്ട് ഓടുവാൻ നമുക്ക് കഴിയും. പാപത്തിന്റെ വഴികളിലേക്ക് തിരിയുവാനുള്ള എല്ലാ വാഞ്ചകളും മാറിപ്പോകും. കാരണം കർത്താവിന്റെ സ്നേഹവും വാത്സല്യവും അത്ര വലുതാണ്. സ്തോത്രം, അത്ര വലുതാണ് കർത്താവിന്റെ സ്നേഹവും വാത്സല്യവും എന്ന് പറയുന്നത്. കാരണം ഞാനൊരു വചനം വായിക്കാം. സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിന്റെ 38-39 വായിക്കാം. വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, കർത്താവ് നമ്മെക്കുറിച്ച് പറയുന്നതുമായിട്ടുള്ള അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, അവന്റെ ഹൃദയത്തിലെ ഇഷ്ടങ്ങൾ, നമ്മെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഇതവിടെ വായിക്കാം. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പ്രൈസ്, നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ എനിക്ക് തന്നതിൽ ഒന്നുപോലും കുറയാൻ സ്തോത്രം പിതാവ് ആഗ്രഹിക്കുന്നില്ല. യേശു കർത്താവിന് കൊടുത്തതെന്താ? നമ്മളെ. സ്തോത്രം, അവന്റെ രക്തം ഹല്ലേലൂയ ഊറ്റി നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമ്മെ അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. പിതാവായ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. അതിൽ നിന്ന് ഒന്നുപോലും കുറഞ്ഞു പോകുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാണ് യേശു കർത്താവ് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. പിതാവായ ദൈവം എനിക്ക് തന്നതിൽ ഒന്നുപോലും കളയാതെ എന്നവർത്തകൾ, കളയാതെ, ഒന്നുപോലും കളയാതെ എല്ലാം എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ആഗ്രഹം കണ്ടോ? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം കണ്ടോ? നമ്മെ ഒന്നുപോലും, ഒരൊറ്റ വ്യക്തിയെ പോലും നഷ്ടമായി പോകാതെ എല്ലാം പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നാം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണത്, ഉയർത്തെഴുന്നേൽക്കുക. ഹല്ലേലൂയ, അല്ലേ? ഉയർത്തെഴുന്നേൽക്കുക. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവിനാൽ നമ്മെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്തോത്രം. അതേ സംഭവം തന്നെ നടക്കും. നാം മരിച്ച ഹല്ലേലൂയ ഈ ഭൂമിയിൽ അടക്കപ്പെടുകയാണെങ്കിൽ നാമും ഉയർത്തെഴുന്നേൽക്കണം, ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. അല്ല, നാം ജീവനോടെ ആകുന്നുവെങ്കിൽ അവന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിക്കുന്നത്
യഥാർത്ഥമായിട്ട് കൂടുതലായിട്ട് പഠിച്ചു വരുമ്പോൾ കർത്താവെ മരിച്ചാൽ മതി എന്ന് പലരും ആഗ്രഹിക്കും. ഹല്ലേലൂയ. എന്നാൽ എടുക്കപ്പെടുന്നതും മരിക്കുന്നതും എല്ലാം തുല്യമാണ്. ജീവിതം വിശുദ്ധിയോടെ കർത്താവ് പറയുന്നത് ഒന്നും നഷ്ടമായി പോകരുത്, ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്. ഇതാണ് ഈ കർത്താവിന്റെ ഇമ്പമേറിയ സ്വരം എന്ന് പറയുന്നത്. ഈ പറയുന്നത് നമ്മളൊന്ന് കേൾക്കുമ്പോഴാണ് ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ ആഗ്രഹം, കർത്താവിന്റെ ഇമ്പം എന്ന് പറഞ്ഞാൽ നമ്മെ സന്തോഷിപ്പിക്കുന്നത്, കർത്താവിന്റെ വചനത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്നു. നമുക്ക് നിത്യജീവൻ തരുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച. പിതാവിന്റെ ഇഷ്ടം എന്താ? യേശു കർത്താവിനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നി. തന്റെ പുത്രനായ, തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളവാൻ അവന് ഇഷ്ടം തോന്നി പിതാവിന്. എന്തിനാണെന്നറിയാവോ? നമ്മെ സ്നേഹിച്ചത് മുഖാന്തരം നമ്മുടെ ജീവനെ നിത്യജീവനിലേക്ക് കടത്തുവാൻ, നമുക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടി തന്റെ ഓമനകുമാരൻ, തന്റെ ഏകജാതനായ പുത്രനെ ഹല്ലേലൂയ തകർത്ത് കളവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്നാണ് നാം വായിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ പച്ചയായ വചനം നാം കേട്ട് അത് നാം ശ്രദ്ധിച്ച് നമ്മുടെ നിത്യജീവന് വേണ്ടി നാം കരുതിയില്ല എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ മറ്റെന്തുണ്ടായിട്ട് എന്ത് കാര്യം? നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ എന്താ? എന്റെ മക്കളെ പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലി വേണം, സ്തോത്രം, അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ വേണം, ചുറ്റുപാടുകൾ വേണം. എത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ടു എന്റെ മക്കളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഇനി കുറച്ചുനാൾ ഹല്ലേലൂയ അവരുടെ ശമ്പളം കൊണ്ടൊക്കെ ജീവിക്കണം, നന്നായിട്ടൊക്കെ ഭൂമിയിലൊന്ന് ഹല്ലേലൂയ ജീവിച്ചിട്ട് വേണം മരിക്കാനെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ 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 ദൈവമായ കർത്താവിൽ നാം വളരെ അകലെയാണ്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടം എന്താ? നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ കർത്താവിന്റെ വചനങ്ങളെ കേട്ട്, കർത്താവിന്റെ ഹല്ലേലൂയ വാക്കുകളെ കേട്ട് കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു മനുഷ്യർക്കും ഈ ലോകത്തിന്റെ ഹല്ലേലൂയ കളങ്കത്തിൽ പെടുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവ വചനത്തിന്റെ സത്യങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു വലിയ ശുദ്ധീകരണം ലഭിക്കുന്നു. ശുദ്ധിയുള്ള വചന നിമിത്തം നാം ശുദ്ധീകരണം പ്രാപിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും സമയം, പരമാവധി നിങ്ങൾക്ക് എത്ര സമയം ദൈവവചനം വായിക്കാൻ കിട്ടുമോ ആ സമയത്തൊക്കെ നിങ്ങൾ ഹല്ലേലൂയ ദൈവവചനം വായിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക. ഓരോ നിമിഷവും നാം ശുദ്ധീകരണം പ്രാപിക്കണം. കാരണം കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടണം. അല്ല എങ്കിൽ ഹല്ലേലൂയ മൺമറഞ്ഞു പോകുന്നുവെങ്കിൽ നാം ഉയർക്കപ്പെടണം. സ്തോത്രം. അതിനുവേണ്ടിയാണോ നമ്മുടെ വാഞ്ച? അതിനുവേണ്ടിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടിയാണോ നാം കാത്തിരിക്കുന്നത്? നാം ഓരോ ദിവസവും പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ളത് മൊത്തം ഇതാണ് പ്രത്യാശ. ഹല്ലേലൂയ. ജീവനുള്ള സ്തോത്രം, ജീവനുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് പ്രത്യാശയാണ്. പക്ഷേ നാം പ്രത്യാശ നമ്മുടെ യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? യഥാർത്ഥമായിട്ട് നാം അത് അനുഭവിക്കുന്നുണ്ടോ? യഥാർത്ഥമായി നാം അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം നിവർത്തിക്കുവാനാണ് ഞാൻ വന്നത്. സ്തോത്രം, സ്തോത്രം. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇനി കേൾക്കുവാനുള്ളവരിൽ ഹല്ലേലൂയ യേശു കർത്താവിനെ അറിയാത്തവർ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ അടുക്കൽ വരാത്തവർ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സത്യമായിട്ട് ഇവിടെ കർത്താവ് പറയുകയാണ്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയയില്ല. യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ നീ ആശ്രയിച്ച് വരികയാണോ? നിനക്കൊരു രക്ഷയ്ക്കായി നീ വരികയാണോ? യേശു കർത്താവിന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ള വാഞ്ചയോടെ ആഗ്രഹത്തോടെ നിനക്ക് കർത്താവിനോട് അടുത്തു വരുവാൻ കഴിയുമോ? എങ്കിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഏതു ഭാരമാണോ നിന്നെ ഹല്ലേലൂയ സ്തോത്രം തകർക്കുന്നത്, ആ ഭാരത്തെ മാറ്റി ആ പാപ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ പാപ ഹല്ലേലൂയ വഴികളിൽ നിന്ന് നിന്നെ ഹല്ലേലൂയ വേർതിരിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ആക്കി വയ്ക്കുവാൻ അവൻ മതിയായവനാ. അവൻ കാത്തിരിക്കുന്നവനാ. അവൻ നിന്നെ സ്നേഹിക്കുന്നവനാ. ഹല്ലേലൂയ. നാം പലപ്പോഴും ദൈവത്തിന്റെ വചനത്തെ കേട്ടിട്ട് തള്ളിക്കളയുന്നവരാ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഭാരം ഉണ്ടാകുവാനല്ല ഞാനിത് പറയുന്നത്. സ്തോത്രം. അനേകർ അങ്ങനെയുണ്ട്. ദൈവവചനത്തെ കേട്ടിട്ട് തള്ളിക്കളയുന്നവരുണ്ട്. കർത്താവിനവരെ ഹല്ലേലൂയ ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യെരുശലേമിനെ വിളിച്ചിട്ടാണെന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ താഴെ ഒരു പദമുണ്ട്. ആ പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. കർത്താവ് പറയുന്ന ആ പദം ശ്രദ്ധിക്കാം നമുക്ക്. യെരുശലേമേ, യെരുശലേമേ,
പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. ആ ദേശത്തെ വിളിച്ചിട്ടാ പറയുന്നത്. ഇതൊരു വ്യക്തിയെ വിളിച്ചിട്ടാണെങ്കിൽ എന്ന് ഓർക്കുക. പ്രവാചകന്മാർ നിന്റെ അടുക്കൽ വരുമ്പോൾ നീ അവരെ കല്ലെറിയുന്നു. സ്തോത്രം. നിന്റെ അടുക്കൽ അയക്കുന്നവരെ കല്ലെറിയുന്നു, പ്രവാചകന്മാരെ കൊല്ലുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരില്ലേ? സ്തോത്രം. പക്ഷെ കർത്താവ് പറയുക, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല. സ്തോത്രം. എന്നാലോചിച്ച് നോക്കിക്കേ, നാം ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ തലമുറകളുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും മനസ്സിലേക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഓടി വന്നല്ലേ? ഹാലലുയ. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഹൃദയത്തിലേക്ക് കടന്നു വന്നിരിക്കുക. കാരണം എന്താ? ഹാലലുയ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ഹാലലുയ ചിറകിന്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെ ഇന്ന് ഓരോ സ്ഥലത്തും ഹാലലുയ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ആവലാദികളും വേവലാദികളും കാണിക്കുന്നത്. ഹാലലുയ. സ്തോത്രം. ഈ കഴിഞ്ഞ 31-ാം തീയതി സ്കൂൾ 28-ാം തീയതിയൊക്കെ സ്കൂൾ അടച്ച ദിവസം. സ്തോത്രം. ആ ദിവസം ഒരു സംഭവം ഉണ്ടായി. പല വാർത്തകളിലും വരുവാൻ ഇവിടെ തീർന്നു. മാതാപിതാക്കളെല്ലാം ആരെങ്കിലും ഒരാളെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടെന്ന്. സ്കൂൾ അടച്ച ദിവസം SSLCയും +2 എല്ലാം പരീക്ഷ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് അവരെ കയ്യോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാൻ മാതാപിതാക്കൾ പോയി ഈ വർഷം. ഹാലലുയ. നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ. ഹാലലുയ. നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഹാലലുയ. എന്നാൽ ഈ വർഷം ഈ 2025 മാർച്ച് മാസം സ്കൂൾ അടച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ്. ഹാലലുയ. മാതാപിതാക്കൾ സ്കൂളിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കയ്യോടെ പിടിച്ച് അവരുടെ ഹാലലുയ കൂടത്തിൽ വീട്ടിൽ കൊണ്ടുപോയ സംഭവം. ഹാലലുയ. അന്ന് അനേക കുഞ്ഞുങ്ങൾ ഹാലലുയ വഴി തെറ്റിപ്പോയ ദിവസമാ. ഹാലലുയ. മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത പല കുഞ്ഞുങ്ങളും ഹാലലുയ വഴി തെറ്റിപ്പോയ ദിവസവും കൂടിയാ. ഹാലലുയ. സ്തോത്രം. 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 അവരുടെ ബാഗുകൾ പരിശോധിച്ചപ്പോൾ പലതും അതിനകത്ത് പുറത്തു വന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ഹാലലുയ MDMA പോലുള്ള ഹാലലുയ മാരകമായിരിക്കുന്ന ചതികളിൽ ഹാലലുയ കുഞ്ഞുങ്ങൾ പെട്ട് ഉടലുകയാ. ഹാലലുയ. സ്തോത്രം. എന്നാൽ പ്രവാചകന്മാരും ദൈവദാസന്മാരും ദൈവമക്കളും ഘോരഘോരം വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ പലരും അതിനെ ഹാലലുയ പുച്ഛിച്ച് തള്ളിയിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹാലലുയ തങ്ങളുടെ തലമുറകളെ ശ്രദ്ധിക്കാതെ വണ്ണം പോയപ്പോൾ ഹാലലുയ അവരുടെ കുഞ്ഞുങ്ങളെ ഹാലലുയ പിശാജ് കുത്തിക്കൊണ്ടുപോകാനിടയായി തീർന്നു. പിശാജ് അവരെ തകർത്തു കളവാനിടയായി തീർന്നു. ഇവിടെ പറയുന്ന ഈ വചനം കേട്ടോ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ, നിങ്ങളെ ഹാലലുയ എന്നിലേക്ക് ആകർഷിക്കുവാൻ, നിങ്ങളെ ശത്രുവിന്റെ പാപത്തിന്റെ വഴിയിൽ നിന്ന് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിവിച്ച് നിങ്ങളെ സംരക്ഷിക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷേ നിങ്ങൾക്കോ മനസ്സായില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്കോ മനസ്സായിരുന്നില്ല. ഹാലലുയ. കാരണം നിങ്ങൾ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞു. ഹാലലുയ. സ്തോത്രം. സ്തോത്രം. അതാണ് കർത്താവിനെ വിളിച്ചു പറയാന്നൊക്കെ ഇവിടെ ആയിത്തീർന്നു. എനിക്ക് ആ പദപ്രയോഗം ഭയങ്കരമായിട്ട് തന്നെ ഫീൽ ചെയ്യാന്നൊക്കെ ഇവിടെ ആയിത്തീർന്നു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ കർത്താവ് നമ്മെ സ്നേഹിച്ച് ചേർത്ത് നിർത്തുവാൻ, പിശാചിന്റെ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് പാപത്തിന്റെ വഴികളിൽ നിന്ന് നമ്മെ ചേർത്ത് നിർത്തുവാൻ ആർദ്രതയുള്ള മനസ്സായിരുന്നു അവന്റേത്. പക്ഷേ ഹാലലുയ നമ്മെപ്പോലെ അനേകർ ഹാലലിയ ഉണ്ടായിരുന്നവർ ഹാലലിയ അതൊന്നും കണക്കാക്കാതെ വിട്ടുകളഞ്ഞു. നിങ്ങൾക്കോ മനസ്സായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിശാച് കൊത്തിക്കൊണ്ട് പോവുകയാ. പിശാച് കൊണ്ടുപോയി തകർത്ത് കളയും. കർത്താവിന് അതിലൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. 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 എന്നിട്ട് പറയാ, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹാലലുയ. നിങ്ങളുടെ ഭവനങ്ങൾ ശൂന്യമായി തീരുമെന്നാ പറഞ്ഞത്. ഹാലലുയ. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ 1.5 മാസം മുമ്പ് തിരുവനന്തപുരത്തുണ്ടായ സംഭവം, വെഞ്ഞാറമൂട് സംഭവിച്ചത്. കുടുംബമല്ല, കുടുംബങ്ങൾ ശൂന്യമായി പോയി. കുടുംബങ്ങൾ. ഹാലലുയ. എത്ര കുടുംബങ്ങളാ ഒരൊറ്റ വ്യക്തി മുഖാന്തരം ശൂന്യമായി പോയത്. സ്തോത്രം. ദൈവത്തെ അറിയാതെ, സത്യദൈവത്തെ മനസ്സിലാക്കാതെ, സത്യങ്ങളെ തിരിച്ചറിയാതെ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് കൊണ്ട് ഹാലലുയ. ആ അമ്മയ്ക്ക് ഇതുപോലെ സ്നേഹമുണ്ടായിരുന്നു മകനോട്. അമ്മ മരിച്ചിട്ടില്ലല്ലോ. ഹാലലു. മകനോട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ അതെന്ത് സ്നേഹമായിരുന്നു?
അവർ പറഞ്ഞു ഇവൻ ചെയ്തിട്ടല്ല, അവർക്കെന്തോ അല്ലാതെ ഉണ്ടായ സംഭവമാണ്. മകനെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം അവിടെ നടത്തി. എന്നാൽ ഹല്ലേലൂയ അവർ ആ മകനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവരുടെ മറു സൈഡ് ഹല്ലേലൂയ റോങ് ആയിരുന്നു. അതുകൊണ്ട് നേരാൻ വണ്ണം തലമുറകളെ വളർത്തുവാനിടയായില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അറിയുന്നവർ, ഹല്ലേലൂയ, നാം ഈ സത്യങ്ങളെ ഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, നമുക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ടാകട്ടെ. കർത്താവ് പറഞ്ഞതിലേക്ക്, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു വരുന്നതിലേക്ക് നമുക്ക് എത്തിച്ചേരണം. കർത്താവിന്റെ ഇമ്പ സ്വരത്തിൽ ഹല്ലേലൂയ അവൻ നമ്മെ മാടി വിളിക്കുന്നത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, നമ്മെ നഷ്ടപ്പെടുത്തുവാൻ അവന് ഒരിക്കലും ഇഷ്ടമില്ല. നമ്മെ തകർത്ത് കളയാൻ, അത് ഞാൻ വായിച്ചില്ലേ, നമ്മളെ ഒന്നുപോലും തകർത്ത് കളയുവാൻ, അതായത് പിശാചിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുവാൻ കർത്താവിന് മനസ്സായില്ല. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ മറയ്ക്കുന്നത് പോലെ അവന് ചേർത്തുകൊള്ളുവാൻ മനസ്സാണ്. ഹല്ലേലൂയ, നാം ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, നമ്മെ എത്ര വട്ടം ചേർത്ത് കൊള്ളുവാൻ അവന് മനസ്സായിരുന്നല്ലേ. നാം അകന്നുപോയാലും അവനൊരിക്കലും നമ്മെ തള്ളിക്കളയത്തില്ല. നാം വരുന്നതും കാത്ത് അവൻ കാത്തു നിൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, അനേക പാട്ടുകളെല്ലാം ഇപ്പോൾ യൗവനക്കാരായിരിക്കുന്ന അനേക ഹല്ലേലൂയ ദേവദാസന്മാർ ഹല്ലേലൂയ പാട്ടുകൾ എഴുതുന്നുണ്ട്. നല്ല അർത്ഥവത്ത, അതായത് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നാശത്തിലേക്ക് പോകുമ്പോൾ തന്നെ ദൈവം അവനെ സ്നേഹിക്കുകയും അടക്കി വരുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഗാനങ്ങൾ എഴുതുന്ന നല്ല ശുശ്രൂഷന്മാരുണ്ട്, നല്ല ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ, അവരുടെ എല്ലാം ഗാനങ്ങൾ നാം കേൾക്കുകയും പാടുകയും ചെയ്യണം. കാരണം നമുക്ക് സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് പാട്ടുണ്ട്. ഇവിടെ നാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാ ഹല്ലേലൂയ, ഇവിടെ നാം ആ സ്വർഗീയ അനുഭവമാ പ്രാപിക്കുന്നത്. ഇവിടെ നാം പാടുമ്പോൾ ആ സ്വർഗത്തിലൊരു എക്സ്പീരിയൻസാ നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നാം നന്നായി കർത്താവിനെ പാടി സ്തുതിക്കണം. ഞാൻ ആദ്യം പാടിയ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുമ്പേ നടന്നു സദാ കേൾപ്പിക്കണമേ. ഹല്ലേലൂയ, മുമ്പേ നടന്ന് എന്നെ ആ സ്വരം ഒന്ന് കേൾപ്പിക്കണേ കർത്താവേ, നീ എന്നോട് എപ്പോഴും സംസാരിക്കണേ എന്നാണ് ആ പാട്ടുകാരൻ പറഞ്ഞത്. എനിക്കത് പാട്ട് പാടുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം കർത്താവിന്റെ ഇമ്പമേറിയ സ്വരം കേൾക്കുവാൻ കാതോർക്കണം. നാം എല്ലാവരും കാതോർക്കണം. ഹല്ലേലൂയ, അവന് നമ്മെ ചേർത്തുകൊള്ളുവാൻ മനസ്സാണ്. സ്തോത്രം സ്തോത്രം. പിന്നെ പറയാ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഈ പ്രകാരം പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഇതൊക്കെയാട്ടോ ആ ഇമ്പമേറിയ മൊഴികൾ. കർത്താവിന്റെ സ്നേഹമുള്ള അല്ലെങ്കിൽ ഇമ്പമുള്ള ആ മൊഴികൾ എന്ന് പറയുന്നത് ഇതാ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പിൻ. എന്നിൽ വസിച്ചിട്ട് നിങ്ങൾ നല്ല ഫലം കായ്പീൻ. ഹല്ലേലൂയ, കർത്താവിന്റെ ആഗ്രഹങ്ങളാ, നമ്മെക്കുറിച്ച് കർത്താവിന്റെ ആഗ്രഹങ്ങളായി പറയുന്നതൊക്കെ. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. ഓ ഹല്ലേലൂയ, നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. ഹല്ലേലൂയ, കർത്താവ് എത്ര ആഴമേറിയ മർമ്മങ്ങളാ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നറിയാവോ? ഇമ്പമേറിയ മൊഴികൾ, നിത്യജീവന്റെ മൊഴികൾ. ഒരിക്കൽ ഹല്ലേലൂയ ശിഷ്യന്മാരോട് അനേക ഉപദേശങ്ങൾ ഉപദേശിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരെല്ലാം പിരിഞ്ഞുപോയി. അവരെല്ലാം പിരിഞ്ഞു പോകാൻ തക്കണപടിയായി തീർന്നു. പിരിഞ്ഞു പോയപ്പോൾ സ്തോത്രം അതിൽ തന്നെ 6-ാം അധ്യായത്തിന്റെ 66 മുതലുള്ള യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 67 മുതലുള്ള ചില വാക്യങ്ങളിലാ ഹല്ലേലൂയ പന്തിരുവരെല്ലാം ശിഷ്യന്മാരെല്ലാം പലരും തിരിഞ്ഞുപോയി. ഒത്തിരി ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ജീവന്റെ അപ്പത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ അവര് വിശ്വസിക്കാൻ പറ്റാത്ത വചനമാണെന്ന് പറഞ്ഞ് അവരെല്ലാം ഇടറിപ്പോയി. അവർ ഒരുപാട് പേരും പുറകോട്ട് പോയി. അപ്പോൾ ശിഷ്യന്മാർ കുറച്ചുപേർ ബാക്കിയുണ്ട്. അവരോട് ചോദിക്കുക, 12 പേരോട് ചോദിക്കുക, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നവരോട് ചോദിച്ചു. അന്നേരം കർത്താവ് പറയാ, ശിമോൻ പത്രോസ് പറയാ, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധം ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. ഹല്ലേലൂയ, ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ അറിയുന്നു, അത് ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ, ഇവിടെ കർത്താവ് പറയുക, എന്റെ പിതാവിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്നത് പോലെ നിങ്ങളും അനുസരിച്ചാൽ ഹല്ലേലൂയ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കും. പ്രമാണിച്ചാൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ
എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കേട്ടോ, കർത്താവ് നമ്മെ പറയുന്നത് എന്തിനാ? ഈ ഇമ്പമുള്ള സ്വരം കേൾപ്പിക്കുന്നത് എന്തിനാ? ഇമ്പമുള്ള സ്വരം കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശബ്ദം ഇടുന്നതാണോ? അല്ലയോ, ഒരു ശബ്ദം എന്തെങ്കിലും കൂവലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾപ്പിക്കണമെന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഇമ്പമേറിയ നിന്റെ അൻപുള്ള സ്വരം എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് വാചാലമായി സംസാരിക്കുക, പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുക, ചെയ്യേണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിക്കുക, തന്റെ ശിഷ്യന്മാരെ ഓരോ ദിവസവും പറഞ്ഞവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കേൾക്കുവാൻ ഹല്ലേലൂയ, അത് ഓരോ ദിവസവും എന്നെ കേൾപ്പിക്കണമേ എന്നാണ് നാം ആ പാട്ടിലൂടെ കേട്ടത്, ദൈവത്തിന്റെ വചനത്തിലൂടെ നാം പഠിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് അറിയണമോ? ഹല്ലേലൂയ. നമുക്കൊരു ഭാഗം കൂടി വായിക്കാം. അവന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാം. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതും ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം, കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ പല സ്ഥലത്ത് വെച്ച് കർത്താവിനെ കാണുവാനൊക്കെ ഇവിടെയായിത്തീർന്നു. അപ്പൊ ഒരു ദിവസം ഹല്ലേലൂയ യേശു പിന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയാണ്. തിബരിയാസ് കടലിന്റെ കരയ്ക്കിൽ വെച്ച് പ്രത്യക്ഷമാവുകയാണ്. ഹല്ലേലൂയ. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ശിഷ്യന്മാർ കുറച്ചുപേർ അവിടെ ഉണ്ട്. അവരെല്ലാരും കൂടി പല കാര്യങ്ങളിലും സംസാരിച്ചതിന് ശേഷം പത്രോസ് പറഞ്ഞു, ഞാൻ പോവുകയാ. ഞാൻ അങ്ങോട്ടാ പോകുന്നേ? ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് പത്രോസ് പറഞ്ഞു. ഒരിക്കൽ മീൻ പിടിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നീ എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഹല്ലേലൂയ വലവും പടകും വലയും വിട്ട് തന്റെ ഹല്ലേലൂയ സഹോദരങ്ങളെ, അപ്പനെ, എല്ലാത്തിനെയും വിട്ട്, സ്വന്തം ബന്ധങ്ങളെയും മിത്രങ്ങളെയും ഈ ലോകത്തെയും എല്ലാം വിട്ട് അപ്പന്റെ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, പടകും വലയും അല്ല, സ്തോത്രം, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളല്ല, ഈ ലോകത്തിന്റെ ലാഭമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ പിൻപറ്റിയ പത്രോസ് ഹല്ലേലൂയ കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ഹല്ലേലൂയ അവൻ പറയുക, ഞാൻ പോകുന്നു, മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ പോയി. ഹല്ലേലൂയ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ അവനൊന്നും പിടിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ ആ രാത്രിയിൽ അവനൊന്നും കിട്ടിയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ പുലർച്ചെയായപ്പോൾ സ്തോത്രം, 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 ഹല്ലേലൂയ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എപ്പോഴും എന്റെ കണ്ണ് നിറയുന്ന ഒരു കാര്യമാണ്, എന്റെ കർത്താവ് എത്ര സ്നേഹവാനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കർത്താവ് എത്ര സ്നേഹവാനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. അവൻ കാത്തു നിൽക്കുകയാ. തന്നെ വിട്ടകന്നു പോയ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർ മടങ്ങി വരുന്നതും കാത്ത് അവൻ കരയിൽ നിൽക്കുകയാ. നോക്കൂ, നിങ്ങൾ വായിക്കുക, ആ വചനഭാഗം വായിക്കുക. ഹല്ലേലൂയ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു ആണെന്ന് അവർ മനസ്സിലാക്കാതെ ആ പറഞ്ഞ വാക്കിനെ അവർ വീണ്ടും വലയെറിയുക. ആ രാത്രിയിൽ അവർക്ക് ഒന്നും പിടിക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവ് അതറിഞ്ഞു. കർത്താവ് അവരെ അറിഞ്ഞു. കർത്താവ് അവരെ മുഴുവനായി കണ്ടു. കർത്താവ് അവർക്ക് സംഭവിച്ചതെല്ലാം അറിയുകയായിരുന്നു. അവൻ കാത്തു നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ. രാത്രിയുടെ 4-ാം യാമത്തിൽ അല്ലെ പുലർച്ചെ ഹല്ലേലൂയ അവരെ കാത്ത് യേശു കർത്താവ് കരയിൽ നിൽക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് വിട്ടോടുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. കർത്താവ് നമ്മെ കാത്തു നിൽക്കും. കർത്താവ് നമ്മെ ഹല്ലേലൂയ കാതോർത്ത് നിൽക്കും. കർത്താവ് നമ്മെ ഹല്ലേലൂയ വിട്ടുകളയാതെ, ഹല്ലേലൂയ അകലം വിട്ടുപോകാതെ, നാം അകലം വിട്ടുപോയാലും കർത്താവ് നമ്മെ തേടി ഹല്ലേലൂയ അവിടെ കാത്തു നിൽക്കുന്നവനാണ്. ഹല്ലേലൂയ അവന്റെ സ്നേഹത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ അവന്റെ സ്നേഹം നാം ഒരിക്കലും തള്ളിക്കളയരുത്. നാം തിരിച്ചറിയുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. എന്നിട്ടോ അകലം വിട്ടുപോയപ്പോഴും പിന്മാറിപ്പോയപ്പോഴും ഒന്നും കർത്താവ് മാറിയില്ല കേട്ടോ. അവരുടെ പരിമിതികൾ അറിഞ്ഞവൻ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു. അവർക്ക് ഈ ഭൂമിയിൽ ഹല്ലേലൂയ അവർക്ക് ഈ ഭൂമിയിൽ സമ്പത്ത് ആവശ്യമാണ്, അവർക്ക് ഈ ഭൂമിയിൽ ഭക്ഷണം ആവശ്യമാണ്, എല്ലാം അവനറിയാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് വിട്ടകന്നു പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ നാം കടന്നു പോകുന്നത്? ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ നാം പിന്തിരിഞ്ഞു പോകുന്നത്? കർത്താവിനെ തള്ളിക്കളഞ്ഞ് കർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നത്? അവനത് അറിയുന്നു. നിന്റെ ആവശ്യങ്ങൾ അവൻ അറിയുന്നു. നിന്നെ പോറ്റുവാനും പുലർത്തുവാനും നിനക്ക് വേണ്ടുന്നത് നൽകി തരുവാനും അവൻ ശക്തനാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കണ്ടോ, തിബിരിയാസ് കടലിന്റെ ഹല്ലേലൂയ കരയ്ക്ക് നിന്നുകൊണ്ട് യേശു കർത്താവ് ചെയ്യുന്ന കാര്യം കണ്ടോ? പടകിന്റെ വലത്തു ഭാഗത്തേക്ക് വല വീശുക എന്ന് പറഞ്ഞപ്പോൾ വല വീശി. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അവന് മനസ്സിലായി അത്. ഹല്ലേലൂയ. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയും യോഹന്നാനാണെന്ന് നാം ചിന്തിക്കുന്നു. ഹല്ലേലൂയ. പറയാണത് യേശു ആയിരുന്നു, അത് കർത്താവായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിമോൻ പത്രോസ് താൻ നഗ്നനാകൊണ്ട് കടലിലേക്ക് ചാടിയെന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലാകിയാൽ മീൻ നിറഞ്ഞ വല ഇടച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. സ്തോത്രം. കർത്താവിന് വിട്ടാകുന്നു പോകുന്നത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഇങ്ങനെയാ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത് ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കുവാൻ അവൻ ശക്തനാ. നിന്നെ അവൻ തള്ളിക്കളയത്തില്ല, നിന്നെ അവൻ ഉപേക്ഷിക്കത്തില്ല. പക്ഷേ കർത്താവിന്റെ ഇമ്പമുള്ള വാക്കുകൾ, കർത്താവിന്റെ മൊഴികൾ കേൾക്കുവാൻ നീ എത്ര വട്ടം നീ ഒരുങ്ങിയിട്ടുണ്ട്. കർത്താവിന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ നീ എത്ര വട്ടം ഒരുങ്ങിയിട്ടു. അതൊന്ന് മനസ്സിലാക്കുവാൻ, അതിനൊന്ന് മനസ്സ് വെക്കുവാൻ നീ എത്ര വട്ടം തയ്യാറായിട്ടുണ്ട്. ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ നമുക്കതിന് കഴിയട്ടെ. ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് രുചിച്ചറിയുവാൻ കഴിയട്ടെ. ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് കഴിയട്ടെ. ആ കർത്താവിന്റെ വാക്കിന് വേണ്ടി നമുക്ക് കാതോർക്കാം. അവൻ നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, അവൻ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അതറിയുവാനുള്ള വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ ചിന്തിപ്പിക്കട്ടെ. നാം കർത്താവിനെ വിട്ടകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ? അകലം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണോ? പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. അവൻ നിന്നെ തേടി നിൽക്കുകയാ. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിനക്ക് വേണ്ടുന്നതൊക്കെ കരുതി വെച്ചുകൊണ്ട് അവൻ കരയിൽ നിൽക്കുകയാ. ഹല്ലേലൂയ. നീ തിരിച്ചറിയുന്ന നിമിഷം നീ മടങ്ങി വരണം. നീ ദൈവത്തിന്റെ അടുക്കിലേക്ക്, നീ കർത്താവിന്റെ സ്നേഹത്തിലേക്ക്, കർത്താവിന്റെ വാക്കുകളിലേക്ക്, അവന്റെ കൽപ്പനകളിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ കഴിയുമെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യരക്ഷയും നിത്യജീവനും അവകാശമാക്കുവാൻ നിനക്ക് കഴിയും. ഈ രാത്രിയിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം.